എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ്. സ്നാക്സിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ബ്രെഡും ഉരുളക്കിഴങ്ങും കൂടെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. നമുക്ക് സ്നാക്സായിട്ടും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, ടിഫിനിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും പറ്റും കേട്ടോ. അതിനായിട്ട് ഞാൻ 5 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണ എടുത്തത് വലുതായതുകൊണ്ട് ഈ ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 5-6 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. സവാള ഒന്ന് വാടി വരട്ടെ. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 അല്ലി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. സവാള ഒന്ന് നന്നായിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അത് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സ്പൂണ് 1 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അതുപോലെ ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണ് മതി കേട്ടോ കുരുമുളക് പൊടി. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ.
ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാനൊരു ചെറിയ സ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പണി. കണ്ടോ, ഉപ്പെല്ലാം എല്ലാവരുടെയും ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്യാം. ഇത് ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെയാണ് വേണ്ടത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഈ എടുത്ത് വെച്ചിരിക്കുന്ന 5 സ്ലൈസസ് ബ്രെഡില്ലേ, അതിൽ ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കിക്കൊടുക്കാം. എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇങ്ങനെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഈ എല്ലാ ബ്രെഡും ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 5 സ്ലൈസസ് ബ്രെഡിൻ്റെ മുകളിലും ഫില്ലിങ് ഇങ്ങനെ ഇതുപോലെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതിൻ്റെ നടുകെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നടുകെ കട്ട് ചെയ്തിട്ട് എല്ലാ പീസസും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നേരെ നടുകെ. അതുപോലെ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 10 ബ്രെഡിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഒരു ബൗളിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഫില്ലിങ്ങിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അതുകൊണ്ട് ഒരു പൊടിക്ക് ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബാറ്ററിന് ആവശ്യമായ ഉപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒട്ടും കട്ടിയും ആവരുത്, തീരെ കട്ടിയില്ലാതെയും ആവരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, അത് നമുക്കെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് മുക്കിയെടുക്കണം. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ മൈദയുടെ ബാറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസിലേക്ക് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അടുത്തതും കൂടെ ചെയ്യാം. ഇതിലിങ്ങനെ മുക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എടുക്കണം. ബ്രെഡല്ലേ, പെട്ടെന്ന് തന്നെ ഈ മൈദയിൽ ഇതിൽ മുങ്ങിപ്പോവുള്ളൂ, ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് അതിലെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ പീസസും ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി
ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഫില്ലിങ് ചെയ്ത പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. നമുക്ക് ചെറിയ ഒരു ഫ്ലെയിമിൽ ചെറിയ തീയിൽ വേണം ഇതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. നമുക്ക് പതുക്കെ ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, ചെറിയ തീയിൽ. ഇത് ഞാൻ തിരിച്ചും മറിച്ചു ഇട്ടിട്ടൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് എണ്ണയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒരുപാട് എണ്ണയിലിട്ട് മുക്കിയെടുക്കുന്നില്ല. എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ചെറിയ തീയിലിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് വാങ്ങി വെക്കാം. ഇതുപോലെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പീസസ് വെച്ച് കൊടുക്കാം. അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാ പീസസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ മുകളിൽ ബ്രെഡ് ക്രംസും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുറച്ച് ക്രിസ്പിയും കുറച്ച് നല്ല സ്മൂത്തിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. Thanks for watching.